ഈ മഴ പെയ്തപ്പോൾ കുറച്ച് പാടാല്ലേ? അത്രേ ഉള്ളൂ. നോക്കി നോക്കി കയറി പോയാൽ മതി. ഓക്കെ ഏട്ടാ. ആ ജംഗ്ഷൻ കയറി. അങ്ങനെയാണ് കഥ തുടങ്ങിയത്. ആ ചേട്ടൻ പറഞ്ഞു ബുദ്ധിമുട്ടാണ് പക്ഷെ പോകാമെന്ന്. എനിക്ക് സത്യത്തിൽ ആ പെർമിഷൻ മാത്രം മതിയായിരുന്നു. ഹേ ഗൈസ്, അപ്പോൾ സത്യത്തിൽ ഞാനിതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാൻസ് ഇല്ല, ഡെസ്റ്റിനേഷൻസ് ഇല്ല, ഒന്നുമില്ല. ഞാനും നമ്മുടെ ഈ വണ്ടിയും പിന്നെ പലതവണ പോയ ഈ ഒരു റൂട്ട് മാത്രം. പക്ഷേ ഇന്ന് ചെറിയൊരു തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ ആൽക്കഹോളിക് വെതർ എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടി തോന്നിയില്ല. അങ്ങനെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനെ റൈഡ് ചെയ്ത് വരുമ്പോഴാണ് വയനാട് പോകാൻ വേണ്ടി ഒരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ അതിനു വേണ്ടി പ്ലാനൊക്കെ ഇട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കൊട്ടിയൂർ സീസൺ ആണല്ലോ, റോഡ് മുഴുവൻ ബ്ലോക്കാണല്ലോ എന്ന് ഓർമ്മ വന്നത്. എന്തായാലും നമ്മൾ തീരുമാനിച്ചു, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ സ്പെഷ്യൽ ഫോറസ്റ്റ് റൂട്ട് തന്നെ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. കുറച്ച് റിസ്ക്കാണ്, മഴയാണ്, പിന്നെ കാടുമാണ്. ഇപ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഫുൾ ടാങ്ക്. പോകുന്ന വഴിക്ക് പുതിയ എന്തെങ്കിലും പ്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ വഴി കിടക്കാതിരിക്കാൻ ചേച്ചിയോട് എന്തായാലും ടാങ്ക് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല ക്രോസ് വിൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് നമ്മുടെ ക്യാമറയിലേക്ക് തന്നെ അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാറ്റും ഈ ഒരു തണുപ്പും പിന്നെ ഈ ഒരു ചാറ്റൽ മഴയും അതുപോലെ ഈ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയും ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും നല്ലൊരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇനിയിപ്പം നല്ലൊരു സോളോ റൈഡ് പോകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിലും നല്ലൊരു കാലാവസ്ഥ ഇനി വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം കേളകം ടൗണിലാണുള്ളത്. നേരെ പോയി കഴിഞ്ഞാൽ കൊട്ടിയൂർ, പാൽച്ചുരം, പിന്നെ വയനാടേക്ക് എത്തും. നമുക്ക് ഈ റൈറ്റിലേക്കുള്ള വഴിയിലാണ് പോകേണ്ടത്. ഇതിലേ പോയി കഴിഞ്ഞിട്ട് ഒരു റൈറ്റും കൂടെ എടുക്കാറുണ്ട്. അതിലേ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റൂ. ഇന്ന് ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ ഒരു ശാന്തിയും സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല അവസ്ഥ. ഗൈസ്, നമ്മൾ ഈ റൈറ്റ് എടുത്തിട്ട് ഒരു 1.5 കിലോമീറ്റർ നേരെ വന്നു കഴിഞ്ഞാൽ മേലെ എത്തുമ്പം ഇടത്തോട്ടേക്ക് ഒരു കോൺക്രീറ്റ് റോഡ് കാണും. ആ കോൺക്രീറ്റ് റോഡും കുറച്ചുകൂടെ കയറ്റം കയറാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന സ്വർഗത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. ഈ ഒരു സ്ഥലം വേറെ തന്നെ ഒരു ലോകത്തേക്ക് പോയ പോലെയാണ്. അതും മഴയത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം. എന്നാലും ഈ ഒരു സിറ്റുവേഷൻ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. നല്ല മഴയും തണുപ്പുമാണ്. അപ്പോൾ ഗൈസ്, കാടിന് ചെറിയൊരു ഭീകരതയൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കെന്തായാലും കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് സംസാരിക്കാം. കാരണം ഇവിടെ ചുറ്റും വലിയ മരങ്ങളാണ്. അത് കാറ്റത്ത് നന്നായിട്ട് ആടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. പണ്ട് ഏതൊരു കവി പറഞ്ഞ പോലെ ചില നിമിഷങ്ങൾ നിശബ്ദതയിലാണ് കൂടുതൽ ലൗഡറായിട്ട് സംസാരിക്കുന്നത്. ഞാനിതിവിടെ പറയാൻ കാരണം വെള്ളം നന്നായി അടിച്ചടിച്ച് നമ്മുടെ മൈക്കിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതൊന്നും ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടില്ല. ആകെപ്പാടൊരു നിശബ്ദത മാത്രമായിരുന്നു. ആ ഒരു മൊമെൻ്റ് ആസ്വദിച്ച് മിണ്ടാതെ പോവല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. ഈ റൂട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാട് കാണാം, കോട കാണാം, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാം. അവിടെയൊക്കെ കോട കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ഓഫ് റോഡ് തുടങ്ങുകയാണ്. ഇപ്പോൾ അത്യാവശ്യം സ്ലിപ്പറിയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ മെയിൻ റൂട്ട് തുടങ്ങുന്നത്. കുറച്ച് ഡീപ്പ് ഫോറസ്റ്റാണ്. ഇത്ര നേരം വന്ന റോഡ് പോലെയല്ല. അതുപോലെ തന്നെ ഓഫ് റോഡുമാണ്. എന്തായാലും നമുക്ക് കയറി നോക്കാം.
ഗൈസ്, അപ്പോൾ ഈ ഒരു റൂട്ട് കുറച്ച് സ്കെയറി തന്നെയാണ്, മഴക്കാലത്ത് പ്രത്യേകിച്ചും. കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും ഞാൻ കണ്ണാടി പോലും നോക്കാതെ എഴുന്നേറ്റ് നിന്ന് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടേയിരുന്നു. മുകളിലും താഴെയും കാടും, കാടിന് നടുവിലൂടെ ഇതുപോലൊരു റോഡും. ആ റോഡിൽ മഴ വീണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ മഴയുടെ സൗണ്ടല്ലാതെ മറ്റൊരു സൗണ്ടും ഇല്ല. ഈ ഒരു പേടിപ്പെടുത്തുന്ന നിശബ്ദതയിൽ കാറ്റിലെ മരച്ചില്ലകൾ ആടുന്ന ശബ്ദം വരെ എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. സാധാരണ ഈ വഴി കയറിക്കഴിഞ്ഞാൽ എന്നെപ്പോലെ ഒരു ഭ്രാന്തനെങ്കിലും കാണേണ്ടതാണ്. എന്നാൽ ഇന്ന് ഇവിടെ ആരുമില്ല. മഴക്കാണെങ്കിൽ ഒരു കുറവുമില്ല. മണിക്കൂറുകളോളം ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ മൈക്കാണെങ്കിൽ ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവില്ല. ഞാനാണെങ്കിൽ ഇതൊന്നും അറിയാതെ ക്യാമറയിൽ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടേയിരുന്നു. 4 വീല് വണ്ടിയും അതുപോലെ എക്സ്പൾസും ഹിമാലയനൊക്കെ ഉള്ളവരാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റൂട്ടാണിത്. ഞാൻ എപ്പോൾ വന്നാലും ഒന്നുകിൽ ഒരു 4x4 വണ്ടി അല്ലെങ്കിൽ കുറച്ച് ഓഫ് റോഡ് ഭ്രാന്തന്മാർ ഈ റൂട്ടിലുണ്ടാവുന്നതാണ്. പക്ഷേ ഇന്ന് മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും വഴിയിലെങ്ങും കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ മെയിൻ ഫോറസ്റ്റ്. ഇവിടുത്തെ ഒരു ത്രില്ലിങ് എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാട്ടിനുള്ളിലേക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട്. അതിലൂടെ നമുക്ക് ബൈക്കും കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആ ഒരു സമയത്ത് അത്രയും റിസ്ക് എടുക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഒന്ന് ഒച്ചത്തിൽ അലറി വിളിച്ചാൽ പോലും ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരാളും വരാത്ത ലൊക്കേഷനാണത്. ആളും അനക്കൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കുറച്ച് ഡേഞ്ചറാണ്. ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ഇത് ശരിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വൈബ് തന്നെയാണ്. ഞാനും പിന്നെ നമ്മുടെ വീസ്ട്രോമും ഓരോ റൈഡ് പോകുന്തോറും ഇതിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ്. നമുക്കെന്തായാലും അധിക നേരം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, താഴേക്ക് പോവാം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ക്യാമറയുടെ ബാറ്ററി തീർന്നത്. അത് മാറ്റാൻ വേണ്ടി നിർത്തത് ഇതുപോലൊരു അടിപൊളി ലൊക്കേഷനിലാണ്. സത്യം പറഞ്ഞാൽ മുന്നേ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ ഈ കാടിനുള്ളിൽ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. നമ്മൾ കാണുന്നത് മഴ പെയ്ത് റോഡ് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ ഒരു ആൽക്കഹോളിക് വെതറിൽ ഇത്രയും കിക്ക് തരാൻ ആൽക്കഹോളിന് പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ റൂട്ടിൻ്റെ ഈ ഒരു പാർട്ട് ശരിക്കും വേറൊരു രാജ്യത്ത് പോയ ഫീലാണ് തരിക. നിങ്ങൾ തന്നെ നോക്കി നോക്ക്. ഗൈസ്, നല്ല മഴയാണ്, അതിൽ കൂടുതൽ തണുപ്പുമുണ്ട്. കോട നല്ല മഴ ആയതുകൊണ്ട് കാണുന്നില്ല, പക്ഷേ കയ്യും പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ട്. എനിക്ക് ഈ സ്ഥലത്ത് വന്നപ്പോൾ വല്ലാതൊരു ദേജാവു അടിച്ചു. കുട്ടിക്കാലത്ത് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് കസിൻ്റെ ഒരു വീട്ടിൽ നിൽക്കാൻ പോകുമായിരുന്നു. കൂർഗിലാണ്. അപ്പം ആ ഒരു സ്ഥലം ഈ സ്ഥലമായിട്ട് വളരെ സാമ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്ഥലം കണ്ടപ്പോഴാണ് എനിക്കൊരു സ്റ്റോറി ഓർമ്മ വന്നത്. അവിടെ നാട്ടുകാരുടെ ഇടയിൽ നടക്കുന്നതല്ല, നാട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതായത് ലേറ്റ് നൈറ്റ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം ഗൈസ്, കറക്റ്റ് ഈ സമയമാകുമ്പോഴേക്ക് നമ്മുടെ മൈക്ക് വീണ്ടും പറ്റിച്ചു. എന്തായാലും കഥ ഞാൻ പറഞ്ഞുതരാം. രാത്രി വളരെ വൈകിട്ടും സിനിമ കഴിഞ്ഞും അതുപോലെ തന്നെ ബാറിൽ നിന്നൊക്കെ ഒറ്റയ്ക്ക് വരുന്നവരുണ്ടാകുമല്ലോ. അവർ ഈ ഒരു വിജനമായ ലൊക്കേഷനിലെത്തുമ്പം സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ കാണും. ആ മനുഷ്യൻ്റെ അടുത്ത് കൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അവർ നമ്മുടെ പേര് വിളിക്കും. പരിചയമില്ലാത്ത ഒരാളെ നമ്മുടെ പേര് വിളിക്കുമ്പം നമ്മൾ തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മൂപ്പര് ആ സിഗരറ്റ് നേരെ താഴേക്കിടും. താഴേക്കിട്ടിട്ട് അതെടുക്കാൻ പറയും. ചിലർ സിഗരറ്റ് എടുക്കാതെ മൈൻഡാക്കാതെ പോവും. മറ്റു ചിലരാണെങ്കിൽ സിഗരറ്റ് എടുക്കാൻ വേണ്ടി കുനിയുന്ന സമയത്ത് അവരുടെ തലയ്ക്കൊരടി കിട്ടും. പിന്നെ ബോധം വരുന്നത് പിറ്റേ ദിവസം വഴിയാത്രക്കാരാരെങ്കിലും വിളിക്കുന്ന സമയത്തായിരിക്കും. അങ്ങനെയാണ് ഈ കഥ പുറം ലോകം അറിഞ്ഞത്. അപ്പം 3-4 പേർക്ക് ഒരേപോലുള്ള അനുഭവം ഉണ്ടായപ്പം എല്ലാ നാട്ടുകാരും കൂടെ സംഘടിച്ച് രാത്രി ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ആളെ പിടിക്കാൻ വേണ്ടി കാത്തു നിന്നെങ്കിലും ആരെയും കിട്ടിയില്ല. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബോധം പോകുന്നവരുടെ സാധനങ്ങളും സാമഗ്രികളും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല.
അതുപോലെ ഒറ്റയ്ക്ക് പോകുന്നവർക്കല്ലാതെ ഇങ്ങനൊരു അനുഭവം നേരിട്ടിട്ടുമില്ല. അപ്പോൾ കള്ളനല്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നാട്ടുകാർ പതിയെ ബാറിൽ പോകുന്നതും രാത്രി വൈകി സിനിമക്ക് പോകുന്നതും പതിയെ പതിയെ കുറച്ചു. ഇപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വന്നെങ്കിലും ലോക്കൽസ് ആയിട്ടുള്ളവർക്കും ഈ കഥ അറിയാവുന്നവർക്കും ആ വഴി പോകാൻ ഇപ്പോഴും ചെറിയൊരു പേടിയാണ്. ഇനി ഒറ്റയ്ക്ക് എന്നോട് ആ വഴി ഒരു റൈഡ് പോകുമെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് സത്യത്തിൽ പേടിയാണ്. അപ്പോൾ ഗൈസ്, മഴയും ആസ്വദിച്ച് ഹൊറർ സ്റ്റോറിയും പറഞ്ഞ് നമ്മളിപ്പോൾ വയനാടെത്തി. നമ്മളിപ്പോൾ ഉള്ളത് പെരിയ 35-ലാണ്. ഇവിടെ കുറച്ച് റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇനി എവിടേക്കെങ്കിലും പോകാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ചൂട് ചായയുടെ ആവശ്യം അത്യാവശ്യമാണ്. അതുപോലെ എനർജിക്കൊരു ബ്രെഡ് ഓംപ്ലേറ്റും. നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും പോയിട്ട് ഇനി പ്രത്യേകിച്ചൊരു പണിയും ഇല്ലാത്തതുകൊണ്ടും ഇന്നെന്തായാലും വീട്ടിലേക്കില്ല. ചായ കുടിച്ചപ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടിയെങ്കിലും അതിൻ്റെ കൂടെ തണുപ്പും നന്നായിട്ടങ്ങ് കൂടി. ചിലപ്പോൾ 5 മണി കഴിഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും പ്ലാസ്റ്റിക് കോട്ട് ഇട്ട് വരാൻ തോന്നിയ എൻ്റെ ഒരു തീരുമാനത്തെ ഞാൻ ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. തൽക്കാലം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാഗിലുണ്ടായിരുന്ന ഗ്ലൗസ് എടുത്തിട്ടു. പിന്നെ ബാഗ് എടുത്ത് നെഞ്ചത്തേക്കും വെച്ചു. അങ്ങനെ നല്ല തണുത്ത് വിറച്ച് കോർണറിലൊക്കെ പതിയെ സ്ലോ ഡൗൺ ചെയ്ത് യാത്ര തുടർന്നപ്പോഴാണ് പുതിയൊരു മഴക്കോള് കാണുന്നത്. അപ്പോൾ ഇതൊരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയുടെ തുടക്കം മാത്രമാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്ത സസ്പെൻസ് നിറഞ്ഞ ഇതുപോലുള്ള മഴയാത്രകൾ കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത മഴയ്ക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.